എൻ്റെ അച്ഛനും അമ്മയും പൂഞ്ഞാറ് പെരിങ്ങുളം എന്ന് പറയുന്ന സ്ഥലത്താണ്. നിങ്ങൾക്ക് അത്ര പരിചയമുണ്ടെന്നറിയാം. പൂഞ്ഞാറ് നിങ്ങൾക്ക് പരിചയം കാണും അല്ലേ? അതെന്തുകൊണ്ടാണ് ഇവിടെ ഇരിക്കുന്ന ഇച്ചിരി മുതിർന്ന ആൾക്കാർക്ക് കുറച്ചുകൂടെ നന്നായിട്ട് മനസ്സിലാവും. അപ്പോൾ എന്താണെങ്കിലും പൂഞ്ഞാറ് കുറച്ചുകൂടെ സുപരിചിതമാണ്. അപ്പം ഞാൻ വന്നു കഴിഞ്ഞാൽ വീക്കെൻഡ് ഒരു ദിവസം പൂഞ്ഞാറ് പോവും, അല്ലെങ്കിൽ കൊച്ചി അതിൻ്റെ പ്രദേശങ്ങളാണെങ്കിൽ നേരത്തെ ദൂരെയുള്ള സ്കൂളുകളിലും കോളേജുകളിലും കഴിയുന്നത്ര പോയിരുന്നു. അതിന് കാരണം ഒരുപക്ഷെ തിരുമേനി പറഞ്ഞ് അവസാനിപ്പിച്ചു വെച്ച ചില കാര്യങ്ങളാണ്. അതായത് അദ്ദേഹം വളരെ വ്യക്തമായി പറഞ്ഞു, നിങ്ങൾ സഭയ്ക്കും സമൂഹത്തിനും അല്ലെങ്കിൽ സഭയോടും സമൂഹത്തിനോടും ചില ഡ്യൂട്ടീസ് ഉണ്ട്, അത് പൂർത്തീകരിക്കുക. ഇപ്പം എന്നെ സംബന്ധിച്ച് ഞാൻ മനസ്സിലാക്കുന്നത്, ഞാൻ പഠിച്ചത് ഈ കോട്ടയത്താണ്. വടവാതൂർ നവോദയ സ്കൂളിലാണ് ഞാൻ 12ാം ക്ലാസ് വരെ പഠിച്ചത്. പൂർണ്ണമായിട്ടും ഗവൺമെൻറ് ചെലവിലാണ് പഠിച്ചത്. അതിനുശേഷം ഗ്രാജുവേഷൻ ചെയ്യുന്ന സമയത്ത് ഞാനൊരു വെയ്റ്റ് ലിഫ്റ്ററായിരുന്നു. ഇപ്പം കണ്ട ഒരു ലുക്കില്ലെന്നേ ഉള്ളൂ, പണ്ട് വെയ്റ്റ് ലിഫ്റ്ററായിരുന്നു. അപ്പോൾ അന്നും ഗവൺമെൻറ് ചെലവിലായിരുന്നു. പിന്നീട് സിവിൽ സർവീസ് പോലൊരു മേഖലയിലേക്ക് കേന്ദ്രീകരിക്കുന്നതിന് മുൻപ് കുറച്ച് നാൾ മറ്റ് സർക്കാർ പരീക്ഷകളെക്കുറിച്ച് ആലോചിച്ചു. അങ്ങനെ ഞാൻ LD ക്ലർക്കായിട്ട് പാലാ മുത്തോലി പഞ്ചായത്തിൽ ഒരു 6 മാസം സേവനം ചെയ്തിട്ടുണ്ട്. സേവനമൊക്കെ അതിന് മുമ്പേ തുടങ്ങിയായിരുന്നു കേട്ടോ. ഒരു 12-13 വയസ്സ് തൊട്ട് സേവനം ഉണ്ടായിരുന്നു അത്യാവശ്യം. എൻ്റെ ഈ വിരൽ നോക്കി ഒരു 10-17 മുറിവുണ്ട്. എല്ലാം പശുവിന് പുല്ലി എത്തിയിട്ട് കൈ കൊണ്ടതാണ്. അപ്പം അത്യാവശ്യം വീട്ടിൽ പറ്റുന്ന രീതിയിൽ അച്ഛന് കൃഷിയാണ്. അപ്പോൾ ഇപ്പം ഞാൻ ഈ റവന്യൂ സർവീസ് ഉദ്യോഗസ്ഥനൊക്കെ ആയതുകൊണ്ട് ഞാൻ ചിലയിടത്തൊക്കെ ചെല്ലുമ്പോൾ പ്രത്യേകിച്ച് ഈ പേരൻസൊക്കെ ചോദിക്കും. അപ്പം എൻ്റെ ഒരു പ്രൊഫൈൽ വായിച്ചാലും ഞാൻ പണ്ടേ കൊമേഴ്സ് എടുത്ത് പോകുന്ന ഒരാളാണ്. അപ്പം എന്നോട് പലരും ചോദിക്കും, അയ്യോ പണ്ടേ കൊമേഴ്സിൻ്റെ സാധ്യതയൊക്കെ തിരിച്ചറിഞ്ഞ് ഈ റവന്യൂ ഇതിലേക്കൊക്കെ വന്നതാണ്. അപ്പോൾ വേണമെങ്കിൽ എനിക്ക് പറയാം, പിന്നെ പണ്ടേ എനിക്ക് കൊമേഴ്സ് ഇഷ്ടമായിരുന്നു. അത് ഞാനിപ്പോൾ പറഞ്ഞു വന്നത്, എൻ്റെ അച്ഛനും ചായക്കട, അപ്പൂപ്പനും ചായക്കടയായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾക്ക് കൊമേഴ്സുമായിട്ടൊരു ബന്ധം ഇല്ലാതിരിക്കുകയില്ല. കാരണം കൊമേഴ്സിൻ്റെ അടിസ്ഥാനം കച്ചവടമാണല്ലോ. അച്ഛൻ ഇപ്പോഴും ചായക്കട നടത്തുകയാണ്. ഇപ്പം ഞാനിപ്പോൾ വൈകുന്നേരം പോകുന്നത് തന്നെ, ഞാൻ ആകെ ചായ കുടിക്കുക എൻ്റെ അച്ഛൻ്റെ ചായക്കട എന്നാണ്. അല്ലാണ്ട് ഞാൻ ചായ കുടിക്കാറില്ല. അച്ഛൻ്റെ കടയിൽ നിന്നൊരു ചായയും പരിപ്പോടയും പിന്നെ മഴയും ജോൺസൺ മാഷിൻ്റെ പാട്ടും അന്തസ്, അങ്ങനെയാണല്ലോ എൻ്റെ ഒരു ദുൽഖർ സൽമാൻ അങ്ങനെയാണല്ലോ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഇനിയിപ്പം നേരെ അങ്ങോട്ടാണ് പോക്ക്. അപ്പം എൻ്റെ ഒരു ഇതിൽ ഇനി ആ പറഞ്ഞതും കൂടെ ഞാൻ ബാക്കി പറയാം. കൊമേഴ്സിൻ്റെ സാധ്യത തിരിച്ചറിഞ്ഞ് ഇതിലേക്ക് വന്ന ആളൊന്നുമല്ല. ഇപ്പോൾ കൊമേഴ്സിൻ്റെ എന്നൊക്കെ പറഞ്ഞ വലിയ സംരംഭകരൊക്കെ, ഇത് ഷീലു മേഡത്തിന് ഞങ്ങൾ നേരത്തെ തൊട്ടുള്ള പരിചയക്കാരാണ്. ഞാൻ ബോംബെയിൽ ഇതിനു മുമ്പ് സേവനം അനുഷ്ഠിച്ചപ്പോൾ മേഡം അവിടെ ഉണ്ടായിരുന്നു. നിങ്ങൾക്കറിയാം, ആബാം പ്രൊഡക്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് നല്ല സിനിമകൾ സമ്മാനിക്കുന്ന, അതിലേറെ ഒരു അഭിനേത്രി എന്നുള്ള നിലയിലൊക്കെ നമുക്ക് പരിചിതമായിട്ടുള്ള ആളാണ്. അപ്പം അതുകൊണ്ട് ഇവിടെ ഇരിക്കുന്ന അമ്മമാർക്കും അനിയത്തിമാർക്കും ഒക്കെ തിരുമേനി നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇവിടെ ഉള്ള ഓരോ വ്യക്തിത്വങ്ങളെയും നിങ്ങൾക്ക് ഒന്നല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ മാതൃകയാക്കാവുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് സംരംഭകത്വം അതുപോലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അവിടേക്ക് ചോദിക്കാം. കാരണം നമ്മൾ സംരംഭകത്വം നടത്തുന്ന ആൾക്കാരല്ല, നമ്മൾ ടാക്സ് കളക്ഷൻ അതിൻ്റെ വേറൊരു എൻഡിൽ നിൽക്കുന്ന ആൾക്കാരാണ്. ആ ഒരു നിലയ്ക്ക് നമ്മൾ ഇപ്പോൾ ഇവരെല്ലാവരും, ഷീലു മേഡമൊക്കെ വളരെ നല്ല ടാക്സ് പെയർ ആണ്. അതാണ് ഞാൻ പറഞ്ഞത്. ഞാൻ ബോംബെയിലായിരിക്കുമ്പോഴും പിന്നീട് നാട്ടിൽ വന്നപ്പോഴും ഒക്കെ പലപ്പോഴായിട്ട് കാണുകയും പരിചയപ്പെടുകയും ഒക്കെ ചെയ്തിട്ടുള്ള വ്യക്തിത്വങ്ങളാണ്. അപ്പോൾ എനിവേ, അപ്പോൾ ഈ കൊമേഴ്സ് എന്ന് പറയുന്ന റൂട്ടിൽ ഇപ്പോൾ എന്നെ സംബന്ധിച്ച് ഞാൻ അതാ പറഞ്ഞു വന്നത്. ഞാനൊരു ഇപ്പോൾ ഈ ഒരു മെറിറ്റ് അവാർഡിൻ്റെ പശ്ചാത്തലത്തിൽ പറയാണ്, യഥാർത്ഥത്തിൽ ഞാൻ കൊമേഴ്സിലേക്ക് വന്നത് എനിക്ക് 10ാം ക്ലാസ്സിൽ മാർക്ക് കിട്ടാത്തത് കൊണ്ടാണ്. ഉള്ള കാര്യം തുറന്നു പറയാം. അപ്പോൾ ഇങ്ങനെ ആയതുകൊണ്ട് പറയാം, എനിക്ക് 59% മാർക്കേ ഉണ്ടായിരുന്നുള്ളൂ 10ാം ക്ലാസ്സിൽ. തിരുമേനി മിക്കവാറും സിറിലിനെ വിളി ചോദിക്കും, ഇവനെയൊക്കെയാണോ ഈ പരിപാടിക്ക് വിളിച്ചതെന്ന് ചിലപ്പോൾ ചോദിക്കും. തിരുമേനി അങ്ങനെ ചോദിക്കരുത്, സിറിൽ വലിയ കാര്യത്തിന് എന്നെ വിളിച്ചതാണ്, പക്ഷേ ഞാൻ ഒരു പച്ചപ്പരമാർത്ഥം തുറന്നു പറഞ്ഞു എന്ന് മാത്രം. കാരണം 10ാം ക്ലാസ്സിലൊക്കെ ആയിരിക്കുന്ന സമയത്ത് എനിക്ക് ഈ പഠനത്തിനെ കുറിച്ച് വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. എന്തോ ഓരോരുത്തർക്കും ജീവിതത്തിൻ്റെ ഓരോ സമയത്താണല്ലോ നമുക്ക് ചില താല്പര്യങ്ങൾ, അത് പഠനത്തിലാവാം, മറ്റേതെങ്കിലും മേഖലയിലാവാം, കലാകായിക രംഗത്താവാം. എന്താണെങ്കിലും 10th ആയിരിക്കുന്ന സമയത്ത് ഞാൻ അത്ര ഫോക്കസ്ഡ് ആയിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്നിവിടുന്ന് അവാർഡ് വാങ്ങിക്കുന്ന കുട്ടികളോടൊപ്പം ഒരുപക്ഷെ അവാർഡ് വാങ്ങിക്കാൻ സാധിക്കാത്ത കുട്ടികൾ ഇതിലുണ്ടെങ്കിലും പറയാണ്, ഈ ഒരു അവസരം അല്ലെങ്കിൽ ഇതാണ് നമ്മളുടെ ജീവിതത്തിൽ ഏറ്റവും ഒടുവിലത്തെ അവസരം എന്ന് ഒരിക്കലും വിചാരിക്കരുത്. നമുക്ക് ഏതെങ്കിലും നിലയിൽ അങ്ങനെ ഒരു തോന്നലുണ്ടെങ്കിൽ
ഇനിയുള്ള ഒരവസരവും നഷ്ടപ്പെടുത്തരുത് എന്നുള്ള വാശിയിൽ നിങ്ങൾ മുന്നോട്ട് പോവുക. അതുപോലെ തന്നെ ഇന്ന് ഇവിടെ അവാർഡ് സ്വീകരിക്കുന്ന കുട്ടികളോടും കൂടെ പറയാണ്, ഇതോടുകൂടി ലോകം അവസാനിക്കുന്നതൊന്നും വിചാരിക്കരുത്. ഈ ഒരു അവാർഡ് നിങ്ങൾക്കൊരു റെസ്പോൺസിബിലിറ്റിയും കൂടെയാണെന്ന് മനസ്സിലാക്കുക. ഈ കിട്ടിയ ആ ഒരു അപ്രീസിയേഷൻ ഒരു തുള്ളി പോലും നഷ്ടപ്പെടുത്താതെ ജീവിതത്തിൽ മുന്നോട്ട് കൊണ്ടുപോവുക. അതുപോലെ ഇരിക്കുന്ന അച്ഛന്മാരോട് ചോദിച്ചാൽ അറിയാം, നമ്മൾ ഒരിക്കൽ മാരുതി കാർ ഒരു കാലത്ത് ചിലപ്പോൾ നമുക്ക് വലിയതായിരുന്നിരിക്കാം, പക്ഷെ മാരുതി മാറ്റിയിട്ട് നമ്മൾ ഒരിക്കൽ ഇന്നോവ കാർ മേടിച്ചാൽ പിന്നെ തിരിച്ച് മാരുതി കാറിൽ ഇരിക്കാൻ നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും. അതാണ് ജീവിതത്തിൽ ഗ്രോത്ത് എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ആ അപ്രീസിയേഷൻ നിങ്ങൾക്ക് ഇവിടെ തരുന്ന ഈ അപ്രീസിയേഷൻ അവാർഡ്, അതൊരു അപ്രീസിയേഷൻ എന്നുള്ളതിലുപരി ഈ യുവജന പ്രസ്ഥാനം അല്ലെങ്കിൽ ഈ സഭ ഇതൊരു മാതൃകാപരമായ ഒരു ചടങ്ങായിട്ടും കൂടെയാണ്. അപ്പോൾ നിങ്ങൾ മറ്റുള്ളവരുടെ മുമ്പിൽ നിങ്ങളൊരു റോൾ മോഡലായി മാറുകയാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഇത് റിസീവ് ചെയ്യുന്ന ഓരോരുത്തരും ഒരു റെസ്പോൺസിബിലിറ്റിയും കൂടെ ചുമലിൽ എന്തിയാണ് പോവുക. ഇത് കൊണ്ടുപോയി ഷോക്കേസിൽ വെച്ച് വരുന്നവരെയും പോകുന്നവരെയൊക്കെ കാണിക്കുന്നത് നല്ല കാര്യമാണ്. ബട്ട് അറ്റ് ദ സെയിം ടൈം നിങ്ങൾക്കിതൊരു റെസ്പോൺസിബിലിറ്റിയും കൂടെയാണ്. ഇനി വരുന്ന ഓരോ ഘട്ടങ്ങളിലും ഇതിലും ഒരുപടിയെങ്കിലും മികച്ച വിജയങ്ങളെ നിങ്ങളിൽ നിന്നും പ്രതീക്ഷിക്കുന്നു എന്നുള്ളതാണ്. പിന്നെ ഈ പറഞ്ഞതുപോലെ എൻ്റെ +2 കാലഘട്ടത്താണ് എന്നെ സംബന്ധിച്ച് ലൈഫിൽ ഒരു സ്പാർക്ക്, ഒരു ചേഞ്ചൊക്കെ ഉണ്ടായത്. എല്ലാവരുടെയും ലൈഫിൽ ഒരു സ്പാർക്ക് ഉണ്ടാവും, ഒരു ചേഞ്ച് ഉണ്ടാവും. ചില സമയത്ത് അത് ഷോക്കായിട്ടായിരിക്കും വരിക പലർക്കും. അതുകൊണ്ടാണ് ഈ പറയുന്ന സ്പാർക്കൊക്കെ എല്ലാവരുടെ ലൈഫിലും ഉണ്ടാവും. പക്ഷെ ഒരു 70-ാം വയസ്സിൽ ICU കിടക്കുമ്പോൾ ഈ സാധനം വന്ന ഒരു സ്പാർക്ക് ഉണ്ടായി അങ്ങ് പോവുള്ളൂ, കഴിഞ്ഞു. നമ്മുടെ ലൈഫിൽ നല്ല പ്രായമുള്ളപ്പം, ആയുസ്സുള്ളപ്പം, ആരോഗ്യമുള്ളപ്പം ജീവിതത്തിൽ സ്പാർക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? ചിലതൊന്നും ചെയ്യാൻ പാടില്ലായിരുന്നുവെന്നും ചിലതൊക്കെ ചെയ്യാമായിരുന്നുവെന്നും. ഇത് അവസാനം പോകാൻ കിടക്കുമ്പോഴാണ് പലർക്കും തോന്നുക, അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ലായിരുന്നു, ഞാൻ ചെയ്തത് ഒരുപാട് മോശമായി പോയി, അല്ലെങ്കിൽ ഞാൻ പലതും നഷ്ടപ്പെടുത്തി, അതൊക്കെ എനിക്ക് ചെയ്യാമായിരുന്നു. ഇവിടെ ഇരിക്കുന്ന ഇപ്പം ഞാൻ നിങ്ങളുടെ 2 പേരുടെ നടുക്കുള്ള ആൾക്കാർ, ഇപ്പോൾ ഇരിക്കുന്ന ആൾക്കാർ, കസേരയിൽ ഇരിക്കുന്നവർ പേരൻസും താഴെ ഇരിക്കുന്നവർ കുട്ടികളുമാണ്. നിങ്ങളുടെ 2 പേരുടെയും നടുക്ക് പ്രായത്തിൽ നിൽക്കുന്ന ആളാണ് ഞാൻ. ഞാനൊരു അച്ഛനുമാണ്, ഒരു മോനുമാണ്. അപ്പോൾ എനിക്ക് കുറച്ചുകൂടി ഇത് കണക്ട് ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് ഞാൻ പറയാം. ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു സ്പാർക്ക് കൂടുതൽ ഇപ്പോൾ ഇരിക്കുന്ന ഈ പേരൻസിലായിരിക്കും ഉണ്ടാവുക. പക്ഷേ ഇത് നമ്മൾ മക്കളോട് പറയുമ്പോൾ നമ്മൾ എന്ത് പറയും? തന്തവൈബാന്ന് പറയും, അല്ലേ? തന്തവൈബാന്ന് പറയും, അല്ലെങ്കിൽ തള്ളവൈബാന്ന് പറയും. അപ്പോൾ നമ്മൾ സാധാരണഗതിയിൽ ഒരു ലൈഫ് എന്ന് പറയുന്ന ആ ലൈഫിൽ ഉൾക്കൊണ്ട കുറേയധികം കാര്യങ്ങളുണ്ടാവും. അങ്ങനെയൊക്കെ ചെയ്യാമായിരുന്നു, പലതും നഷ്ടപ്പെടുത്തരുതായിരുന്നു, അന്ന് ഞാൻ നഷ്ടപ്പെടുത്തിയതിൻ്റെ വേദന ഇപ്പോൾ തിരിച്ചറിയുന്നു. അതൊക്കെ പലപ്പോഴും അല്ലെങ്കിൽ എൻ്റെ ലൈഫിൽ ഇനി ഞാൻ അല്ലെങ്കിൽ എൻ്റെ എന്ന് തോന്നുന്നത് എൻ്റെ മക്കളാണ്. ഏറ്റവും ശക്തമായി ആ ഒരു ഉള്ളിലെ വികാരം പകർന്നു കൊടുക്കുന്നത് മക്കളോടായിരിക്കും. പക്ഷെ പലപ്പോഴും കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പെന്നോ ജനറേഷൻ ഗ്യാപ്പെന്നോ ഒക്കെ പറയാവുന്നത് കൊണ്ട് ചിലപ്പോൾ അത് നമ്മൾ മക്കളിലേക്ക് അത് പ്രോപ്പറായിട്ട് എത്തിക്കൊള്ളണമെന്നില്ല. അതുകൊണ്ടാണ് മോട്ടിവേഷൻ ക്ലാസ്സിന് പോയിട്ട് ആരാനും പറയുന്നത് ഇതേ കാര്യമായിരിക്കും വീട്ടിൽ ദിവസവും അപ്പനും അമ്മയും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് പറഞ്ഞു മടുത്ത് കഴിയുമ്പോൾ ചിലപ്പോൾ വാഴ വെച്ചാൽ മതിയായിരുന്നു എന്നൊക്കെ കാരണവന്മാർ പറയും. ഇത് തന്നെയാണ് മോട്ടിവേഷൻ സ്പീക്കറും പറയണത്. നമ്മളൊരു വാഴ എന്ന് പറയുന്നത് വളരെ ഒരു കാര്യമാണ്. അത് വേറൊരു കാര്യം. നിങ്ങൾ വാഴ സിനിമ കണ്ടു കാണുമല്ലോ. അപ്പോൾ അതുകൊണ്ട് വാഴ എന്നുള്ളൊരു പ്രയോഗം തന്നെ അങ്ങനെ ആക്കിക്കളഞ്ഞു. ഒന്നിനും കൊള്ളാത്തത് എന്നുള്ള ആ ഒരു അർത്ഥത്തിലാണ് പലപ്പോഴും ഇതിലും ഭേദം വാഴ വെച്ചാൽ മതിയായിരുന്നു എന്ന് പറയുന്നത്. പക്ഷേ വാഴയ്ക്ക് ഒരുപാട് ഗുണങ്ങളുള്ള കാര്യങ്ങളാണ്. പക്ഷേ എന്നാലും ഒരു യൂസേജ് എന്നുള്ള നിലയിൽ നമ്മളങ്ങനെ അതിന് പേരൻസ് ഒരു കാര്യമുണ്ട്. എത്ര പുറമേ പറഞ്ഞാലും ഏറ്റവും ഒടുവിൽ നമ്മളെ സ്നേഹിക്കുകയും സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നത് പേരൻസ് ആയിരിക്കും. പ്രത്യേകിച്ച് ഇപ്പോൾ 10th +2 ഒക്കെ കഴിഞ്ഞിരിക്കുന്ന പയ്യന്മാരോടൊക്കെ പറയാണ്, മറ്റേ ഡ്യൂക്ക് ബൈക്കിലൊക്കെ പോയിട്ട് ലാസ്റ്റ് മറ്റേ 11 kVയിലൊക്കെ തൂങ്ങി നിൽക്കുന്ന പടമൊക്കെ ചിലപ്പോൾ ചിലതിലൊക്കെ കാണാം. അങ്ങനെയൊക്കെ എന്തെങ്കിലും പറ്റി അവിടെ ഇവിടെ കിടക്കുമ്പം അപ്പി മൂത്രമൊക്കെ കോരാൻ അമ്മ മാത്രമേ വരുള്ളൂ, ചങ്കും ചങ്കത്തിയൊന്നും കാണുകയില്ല. അപ്പോൾ അത് വേറൊരു കാര്യം. അപ്പോൾ അതും കൂടെ ഞാൻ എൻ്റെ ഇടയ്ക്ക് വെച്ചങ്ങ് പറഞ്ഞേക്കാം. വലിയ സുഖമൊന്നും കാണില്ല ഞാൻ പറയുന്നത് കേൾക്കുമ്പോൾ. പക്ഷേ ഇത് യാഥാർത്ഥ്യമാണ്. ഇതൊക്കെ ഉണ്ടാവും, ഫ്രണ്ട്ഷിപ്പും ഒക്കെ ഉണ്ടാവുമെങ്കിലും പേരൻസിനെ പോലെ നമ്മളെ സ്നേഹിക്കുകയും നമുക്ക് കാര്യങ്ങൾ പറഞ്ഞു തരികയും ചെയ്യുന്ന, അല്ലെങ്കിൽ അവരുടെ ജീവിതം പോലെ സ്നേഹിക്കുകയും നമ്മൾ എന്ത് തെറ്റ് ചെയ്താലും നമ്മളെ ന്യായീകരിക്കാനും നമ്മുടെ ഒപ്പം നിൽക്കാനും എപ്പോഴും പേരൻസ് ഉണ്ടാവും. പക്ഷേ അതിനെ നമ്മൾ മിസ്യൂസ് ചെയ്തുകൂടാ. ഒരുപക്ഷെ ഇന്നത്തെ ജനറേഷൻ ഗ്യാപ്പിൽ അവരുടെ അറിവില്ലായ്മകളെ പോലും ചൂഷണം ചെയ്യുന്ന മക്കളെ ഞാൻ കണ്ടിട്ടുണ്ട്. കമ്പ്യൂട്ടറോ ഫോണോ ഒക്കെ പേരൻസിന് അറിവില്ലാത്തതുകൊണ്ട് അതിനെ മിസ്യൂസ് ചെയ്ത് സ്വന്തം ജീവിതം മോശമാക്കി കളയരുത്. കാരണം പേരൻസിനെയോ സമൂഹത്തിനെയോ താൽക്കാലികമായെങ്കിലും ബോധ്യപ്പെടുത്തലല്ല നമ്മുടെ ലൈഫ്. കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾ ഇതിൻ്റെ സീരിയസ്നെസ്സിലേക്കൊക്കെ വരും. ഈ പ്രായത്തിലെ ആഘോഷങ്ങളൊന്നും വേണ്ട എന്നല്ല പറയുന്നത്, അതൊക്കെ ആവാം. ബട്ട് അറ്റ് ദ സെയിം ടൈം
തിരുമേനി സൂചിപ്പിച്ചതുപോലെ നമ്മൾ ഈ വളർന്നു വരുന്ന ഈ സമൂഹത്തിനോട്, ഈ സഭയോട്, നമ്മൾ ആ ചേർന്ന് നിൽക്കുന്നതിനോടൊക്കെയും നമുക്ക് ഒരുപാട് പ്രതിബദ്ധതകളുണ്ട്. അതും നിവർത്തി വരുത്തേണ്ടതായിട്ടുണ്ട്. അത് ചെയ്യുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന ഒരു സന്തോഷവും ഒരു കിക്കും ഒക്കെ ഉണ്ട്. ആ സന്തോഷവും കിക്കും ഒക്കെ മനസ്സിലായവരെ സംബന്ധിച്ചിടത്ത് വേറെ ലഹരി ഉപയോഗിക്കേണ്ടി വരില്ല ജീവിതത്തിൽ. ഇത് തന്നെയാണ് ജീവിതത്തിൽ ഏറ്റവും വലിയ ലഹരി. സ്വന്തം അച്ഛനെയും അമ്മയും സന്തോഷത്തോടുകൂടി കാണുക, നമ്മുടെ നേട്ടങ്ങളിൽ സന്തോഷിക്കുന്ന അച്ഛനും അമ്മയും. ഇതിൽ പരം വലിയ സന്തോഷമൊന്നും വലിയ കിക്കൊന്നും ഒന്നിലും ഇല്ല. ഉള്ള സത്യം തുറന്നു പറയാം. ഞാനിതിൻ്റെ എല്ലാ വഴികളിലൂടെയും പോയിട്ടുള്ള ഒരു വ്യക്തി എന്നുള്ള നിലയിൽ ഒരു 40 വയസ്സെത്തി നിൽക്കുന്ന ഇപ്പം ഞാനും ഒരു മധ്യവയസ്കനാണ്. അപ്പോൾ ആ ഒരു പ്രായത്തിൽ നിൽക്കുന്ന ഒരാളായതുകൊണ്ട് പറയുകയാണ്, നമുക്ക് തോന്നലാണ് പലപ്പോഴും നമുക്ക് ഇപ്പോഴത്തെ പണ്ടത്തെ ഇപ്പോൾ പേരൻസും ഇവിടെ ഇരിക്കുന്ന കുട്ടികളും തമ്മിൽ എനിക്ക് കോറിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കുറേ കാര്യങ്ങളുണ്ട്. എനിക്ക് 25 മിനിറ്റ് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാട്ടോ കുറച്ച് സമയം എടുക്കുന്നത്. നിങ്ങളുടെ മുഖത്തെ എക്സ്പ്രഷൻ മാറുന്നതനുസരിച്ച് ഞാൻ നിർത്തിക്കോളാം. അപ്പോൾ എന്നാലും ഞാൻ പറഞ്ഞങ്ങ് പോവാം. പഴയ കാലത്ത് ദൂരദർശനിലെ 4 മണിക്ക് ഞായറാഴ്ച ഒരു സിനിമ കാണാൻ കാത്തിരുന്നൊരു കാലം എനിക്കും ഈ ഇരിക്കുന്ന അച്ഛനമ്മമാർക്കൊക്കെ അറിയാം. അന്ന് ഒരു DD ഹിന്ദി ചാനലും ഒരു ദൂരദർശനിലെ മലയാളം ചാനലും കുറച്ച് നാളുകൾ കഴിഞ്ഞപ്പോഴത്തേക്കും വലിയ മുറം പോലത്തെ ഡിഷാൻറ്റിനെ വെച്ചാൽ മാത്രം കിട്ടുന്ന ഒരു ഏഷ്യാനെറ്റും ഉണ്ടായിരുന്നൊരു കാലം ഉണ്ടായിരുന്നു. അന്ന് ആഴ്ചയിൽ ഒരിക്കൽ വരുന്ന, ഞായറാഴ്ച രാവിലെ വരുന്ന മോഗ്ലിയോ അതുപോലുള്ള ഒരു കാർട്ടൂണും, അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരിക്കൽ വരുന്ന ബാലരമയോ പൂമ്പാറ്റയോ ബാലമംഗളോ അതിൽ വരുന്ന കോമിക്സും ഒക്കെ കാത്തിരുന്ന്, അല്ലെങ്കിൽ വല്ല കാലത്തും ഇറങ്ങി കിട്ടുന്ന, അല്ലെങ്കിൽ വല്ല യാത്രകളിലും മാത്രം അച്ഛനും അമ്മയും മേടിച്ച് തരുന്ന ടോംസിൻ്റെ ബോബനും ബോളും പോലുള്ള മാഗസിനും ഒക്കെ വളരെ ഉത്സാഹത്തോടുകൂടി പോയി വായിക്കുകയും രസിക്കുകയും ചെയ്തിരുന്നൊരു കാലം ഉണ്ടായിരുന്നു. ഇപ്പോഴത്തെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഒരു സിനിമയോ ഒരു വെബ് സീരീസോ പേഷ്യൻസോടുകൂടി 2 മണിക്കൂർ 2.5 മണിക്കൂർ ഇന്ന് കാണാൻ പോലും, കാരണം അത്രയധികം ഓപ്ഷനാണ് മുമ്പിൽ. അതുകൊണ്ട് അവരെ കുറ്റം പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. വിരൽ തുമ്പിൽ ഒരുപാട് അനേക സാധ്യതകളും ഒരുപാട് ഓപ്ഷൻസും ഉള്ള ഒരു കാലഘട്ടത്തിലൂടെയാണ് അവർ കടന്നു പോകുന്നത്. അപ്പം നമുക്ക് ഉണ്ടായിരുന്ന ആ ഒരു എല്ലാം ക്യൂരിയോസിറ്റിയാണ് നമ്മളെ ജീവിക്കാൻ തന്നെ പ്രേരിപ്പിക്കുന്നത്. പുതിയതെന്ത് കിട്ടുമ്പോൾ, പുതിയൊരു ഫോൺ കിട്ടുമ്പോൾ, പുതിയൊരു വണ്ടി വാങ്ങിക്കുമ്പോൾ, പുതിയൊരു ഷർട്ട് വാങ്ങിക്കുമ്പോൾ, പുതിയൊരു ഡ്രസ്സ് വാങ്ങിക്കുമ്പോൾ, പുതിയ എന്തിനോടും നമുക്കുണ്ടാകുന്ന ഒരു ക്യൂരിയോസിറ്റിയാണ് ആക്ച്വലി നമ്മളെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നത് തന്നെ. അത് പുതിയൊരു സിനിമ, ഇപ്പം ഷിലു മേഡത്തിനൊക്കെ അത് അറിയത്തില്ല, നമ്മളൊക്കെ പലപ്പോഴും കാത്തിരിക്കുന്നത് എന്താണ്, ജോലിയൊക്കെ കഴിഞ്ഞ് വീക്കെൻഡിൽ ഏതാണ് ഒരു നല്ല സിനിമ വരുന്നതെന്ന് കാത്തിരിക്കുന്ന ആൾക്കാരാണ്. പലപ്പോഴും ഞാനൊക്കെ ഏറ്റവും കൂടുതൽ അതിനെ ഇഷ്ടപ്പെടുന്ന ഒരാളും കൂടെയാണ്. അപ്പോൾ അതുകൊണ്ട് പുതിയ എന്തിനേയും ക്യൂരിയോസിറ്റിയോടുകൂടി ജീവിതത്തിൽ സ്വീകരിക്കുന്ന ആ ക്യൂരിയോസിറ്റി എപ്പോഴും രാവിലെ കണ്ണു തുറന്ന് എണീക്കുമ്പോൾ ഒരു പുതുജീവൻ പോലെ ഇന്നും എനിക്ക് എന്തെങ്കിലും ഉണ്ട് പുതിയത് എന്നുള്ള ആ ഒരു ക്യൂരിയോസിറ്റിയുടെ, അതിലേക്ക് സയൻസിൽ അതിന് പല ഇതുണ്ട്, ഡോപ്പമിന്നോ അല്ലെങ്കിൽ അഡ്രിനാലിൻ റഷെന്നോ എന്ത് വേണമെങ്കിലും വിളിക്കുക. ഈ സാധനം നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മുമ്പോട്ട് വലിയ ഡ്രൈവ് ഒന്നും ഉണ്ടാവില്ല. അത് നഷ്ടപ്പെടാതെ ജീവിത അന്ത്യം വരെ നമുക്ക് കൊണ്ടുപോകാൻ കഴിയുന്ന ഫോർമുലാസാണ് ഒരുപക്ഷെ ഈ ദേവാലയങ്ങളിൽ ഈ തിരുമേനിമാരൊക്കെ നമുക്ക് ഓതിത്തരിക. എന്താണ് സ്പിരിച്വാലിറ്റിയുടെ ഇമ്പോർട്ടൻസ് എന്നുള്ളതും അത് 40, 50, 60 കഴിയുമ്പോൾ മാത്രമുള്ളതാണെന്ന് തെറ്റിദ്ധരിക്കരുത്. അത് ഞാൻ ഇവിടെ ഇരിക്കുന്ന യുവാക്കളോട് പ്രത്യേകം പറയാണ്. സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത് നമുക്ക് ഫോക്കസിന് തന്നിരിക്കുന്ന ഒരു നേർരേഖയാണ്. നമുക്ക് ചില ലക്ഷ്യബോധം ഉണ്ടാവണം. അത് ഞാനിപ്പോൾ ഇരിക്കുന്ന 10+2 കുട്ടികളോട് പ്രത്യേകം പറയാണ്. ഇപ്പോൾ കിട്ടിയ അവാർഡ് മാത്രമല്ല, അതൊരു റെസ്പോൺസിബിലിറ്റിയും കൂടെയാണെന്ന് ഞാൻ പറഞ്ഞു വെക്കുന്നതിനോടൊപ്പം പറയാണ്, ദൂരവ്യാപകമായ ഒരു ലക്ഷ്യബോധം നമുക്കുണ്ടാവണം. അത് നമ്മുടെ അഭിരുചിക്ക് അനുസരിച്ചാവാം, നമ്മുടെ സാഹചര്യങ്ങൾക്കനുസരിച്ചാവാം, നമ്മൾ കണ്ടുപോകുന്ന പലതും നമ്മളെ ഇൻസ്പയർ ചെയ്തിട്ടുണ്ടാവാം, അതിനനുസരിച്ചുള്ളതാവാം. എന്തുമായിക്കോട്ടെ. നിങ്ങൾക്ക് നാളെ ഒരു മന്ത്രി ആവണമെന്നോ, നിങ്ങൾക്ക് കളക്ടർ ആവണമെന്നോ, കമ്മീഷണർ ആവണമെന്നോ, ഒരു സിനിമാ നടനോ നടിയോ ആവണമെന്നോ, ഒരു ഡയറക്ടർ ആവണമെന്നോ, ഒരു പോപ്പ് സിംഗർ ആവണമെന്നോ, ഒരു ഫുട്ബോൾ പ്ലെയർ ആവണമെന്നോ, ഒരു ക്രിക്കറ്റ് പ്ലെയർ ആവണമെന്നോ, എന്തുമായിക്കോട്ടെ. അതാണ് നിങ്ങളുടെ അൾട്ടിമേറ്റ് ഗോള് എങ്കിൽ ഇന്ന് മുതൽ നിങ്ങൾ ഓരോ ദിവസവും എണീക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ആ ക്യൂരിയോസിറ്റി നിങ്ങൾ ജനിപ്പിക്കുന്നത് ഓരോന്നും നിങ്ങൾ അതിനുവേണ്ടി ചെയ്യുന്ന ഹാർഡ് വർക്ക് കൊണ്ടായിരിക്കണം. ഇന്ന് നിങ്ങളൊരു പുതിയ അച്ചീവ്മെൻറ്റിലേക്ക് എണീക്കുന്നതെങ്കിൽ, നിങ്ങൾ വരാൻ പോകുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയെക്കുറിച്ച് ആലോചിച്ചുകൊണ്ടാണ് എണീക്കുന്നതെങ്കിൽ, അതിലേക്ക് പോകുന്ന സമയത്ത് നമുക്ക് ഏകാഗ്രത തരുന്ന ഏറ്റവും വലിയൊരു മാധ്യമമാണ് ഈ പറയുന്ന സ്പിരിച്വാലിറ്റി, ആത്മീയത. അതല്ല എങ്കിൽ നമ്മൾ ഡിസ്ട്രാക്റ്റഡ് ആയി പോകും. ഞാൻ അതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞത്, ഈ ക്യൂരിയോസിറ്റിയും ഈ പറയുന്ന ആകാംക്ഷയും ഒക്കെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയാൽ ഒന്നുകിൽ നമുക്ക് അത് സിന്തറ്റിക് ലഹരിയായിട്ട് ഉപയോഗിക്കേണ്ടി വരും. അതിനും ഒരു
വരെ നമ്മളെ സഹായിക്കാൻ പറ്റൂ. അതിനുശേഷം വല്ലാതെ ഡിപ്രഷനോ എന്ത് രീതിയെങ്കിലും അതിനെ വിളിക്കാം. അതുകൊണ്ട് ആ ഒരു ക്യൂരിയോസിറ്റി, ആകാംക്ഷ, ഒരു കുഞ്ഞിന് അല്ലെങ്കിൽ ഇപ്പം ഞാനെന്ത് മനസ്സിലാക്കുന്നത്, നമ്മളുടെ കുട്ടി ആദ്യമായിട്ട് കാലിലെണീറ്റ് നിന്നതും ഓരോ സ്റ്റെപ്പ് എടുത്ത് നടന്നതും അത് ഞാൻ കുഞ്ഞുങ്ങൾ മനസ്സിലാക്കാനും പറയാം. ഇന്ന് ഞാനൊരു അച്ഛനായിരിക്കും മനസ്സിലാവും. ഒന്ന് തിരിയുമ്പോൾ ഒരു അടപ്പ് വിഴുങ്ങിയാൽ തീർന്നു പോകുന്നതേ ഉള്ളൂ നമ്മളൊക്കെ. അപ്പം നമ്മുടെ പേരൻസ് നമ്മളെ എത്ര ചേർത്ത് പിടിച്ചിട്ടാവും ഇന്ന് ഞാനും നിങ്ങളുമായിട്ട് ഇവിടെ ഇരിക്കുന്നത്. ഒന്ന് ശ്രദ്ധ തിരിഞ്ഞപ്പോൾ നമ്മളൊന്ന് വെള്ളത്തിൽ പോയിരുന്നെങ്കിൽ ചിലപ്പോൾ കുളിമുറിയിലെ ബക്കറ്റിലെ വെള്ളത്തിൽ മുങ്ങിപ്പോയിട്ട് എത്ര കുഞ്ഞുങ്ങൾ മരിച്ചു പോയിട്ടുണ്ട്. അപ്പോൾ അതൊന്നും സംഭവിക്കാതെ ഇങ്ങനെ കൊണ്ട് നടന്ന് ഇവിടം വരെ എത്തിച്ചതിന് ഏറ്റവും നമുക്ക് കൊടുക്കാവുന്ന, ഞാൻ നേരത്തെ പറഞ്ഞ സാധനം, ആ പേരൻസിൻ്റെ സന്തോഷം. ഞാനിത് വെറുതെ പറയാൻ വേണ്ടി പറയല്ല. ഞാൻ ഇവിടുന്ന് പോകുന്നത് എന്നോടൊപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. വന്നാൽ എൻ്റെ അച്ഛൻ, എൻ്റെ അച്ഛൻ്റെ ചായക്കട, ചുറ്റോടുമുള്ള സുഹൃത്തുക്കൾ, വൈകുന്നേരം അവരോടൊപ്പമുള്ള സമയം, അവരോടൊപ്പമുള്ള തമാശകൾ, ആ ഒരു മലയോര ഗ്രാമപ്രദേശത്തിൻ്റെ സന്തോഷം. ഏത് ബോംബെ പോയാലും ഗോവയിൽ പോയാലും മാസത്തിൽ 1-2 വീക്കെൻഡ് ഞാൻ എങ്ങനെയും ഫ്ലൈറ്റ് പിടിച്ച് ഞാൻ അവിടെ വരും. അവിടുന്ന് കിട്ടുന്ന ഒരു ദിവസത്തെ ഊർജ്ജം കൊണ്ടാണ് ബാക്കി 29 ദിവസവും ഞാൻ ആ നഗരത്തിൽ പോയി കിടക്കുന്നു. അപ്പം അതുകൊണ്ട് ഞാൻ പറയാണ്, ഈ നാട്ടിൻ പുറത്തിന് ഒരുപാട് നന്മകളുണ്ട്. ഒരിക്കലും നമ്മൾ ഉള്ളുകൊണ്ടെങ്കിലും നമ്മൾ പഴിച്ചു പോകരുത്. നമ്മൾ ജനിച്ചു പോയതൊരു സാമാന്യമായ നാട്ടിലാണ്, അല്ലെങ്കിൽ ഒരു സാമാന്യമായ ഗ്രാമത്തിലാണ്. എൻ്റെ പേരൻസ് സാമാന്യമായി ജീവിച്ച ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയാണ്. ചിലപ്പോൾ അത് പ്രവാസികളായിരിക്കാം, സാധാരണ ജോലി ചെയ്തോ, സാധാരണ സർക്കാർ ജോലിയോ, റബ്ബർ വെട്ടോ, തൊഴിലാളി പണിയോ, അല്ലെങ്കിൽ ഡെയിലി വർക്കർ, ദിവസക്കൂലിക്ക് വർക്ക് ചെയ്യുന്നവരൊക്കെ ആവാം നിങ്ങളുടെ പേരൻസ്. പക്ഷെ എന്നിരുന്നാൽ ഈ ഗ്രാമത്തിൻ്റെ സാമാന്യതയിൽ നിന്നിട്ടുള്ള ഒരുപാട് നന്മകൾ നമ്മുടെ ഉള്ളിലുണ്ട്. ആ നന്മകളൊന്നും നഷ്ടപ്പെടുത്താതെ നല്ല നേട്ടങ്ങളിലേക്ക് എത്തിച്ചേരുകയും, അതുകൊണ്ടാണ് ആ തിരുമേനി പറഞ്ഞ വാക്കിനെ ഒന്നുകൂടി ഞാൻ കൃത്യമായിട്ട് പറയാം. അതായത് ഒരു വ്യക്തി, ആ വ്യക്തിയിലൂടെ ആ കുടുംബം, ആ കുടുംബത്തിലൂടെ ആ സമൂഹം, ആ സമൂഹത്തിലൂടെ ആ രാഷ്ട്രമേ നന്നാവുള്ളൂ. രാഷ്ട്രീയം പറഞ്ഞു വച്ചിരിക്കുന്നത് നേരെ തിരിച്ചാണ്. രാഷ്ട്രീയത്തിലൂടെ രാഷ്ട്രവും, രാഷ്ട്രം നന്നാവുന്നതിലൂടെ സമൂഹവും, സമൂഹം നന്നാവുന്നതിലൂടെ കുടുംബങ്ങളും, കുടുംബങ്ങൾ നന്നാവുന്നതിലൂടെ വ്യക്തികളും നന്നാവും എന്ന ധാരണ വർഷങ്ങളോളം വെച്ച് പുലർത്തി. പക്ഷേ എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ നിന്ന് ഞാൻ പറയുകയാണ്, അല്ല, ഇറ്റ് സ്റ്റാർട്ട്സ് ഫ്രം മീ ആൻഡ് യു. നമ്മളിൽ നിന്ന് തുടങ്ങുക, നമ്മളെന്ന് പറയുന്ന വ്യക്തി. പക്ഷെ നമുക്ക് ഈ സമൂഹത്തിനും നമ്മളോടൊപ്പം ചേർന്ന് നിൽക്കുന്നവർക്കും കൊടുക്കാൻ എന്തെങ്കിലും ഉണ്ടാവണം. ഞാനീ പറഞ്ഞ 1-2 ആ വീക്കെൻഡുകളിൽ ഞാൻ നാട്ടിൽ പോകുമ്പം എൻ്റെ അടുത്ത് പല കാര്യങ്ങളായി എത്തുന്ന ഒരുപാട് പേരുണ്ട്. ഞാൻ അവർക്കൊക്കെ കൊച്ചു കാര്യങ്ങൾക്ക്, ഒരു അഡ്മിഷനാവാം, സ്കൂളിലോ കോളേജിലോ, ഒരാശുപത്രി കേസാവാം, ചെറിയ സാമ്പത്തിക സഹായങ്ങളാവാം, ആ നാട്ടിൻപുറത്ത് നടന്നു പോകുന്ന സ്കൂൾ കോളേജുകളോ അതിൻ്റെ എന്തെങ്കിലും പ്രവർത്തനങ്ങളാവാം. ഇതിനൊക്കെ നമ്മുടെ വാക്കുകൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു സംതൃപ്തി, നമുക്ക് കിട്ടുന്ന ഒരു അഡ്രിനാലിൻ റഷ്, അതാണ് റിയൽ കിക്ക്. പക്ഷെ അതിന് നമുക്ക് എന്തെങ്കിലും ഉണ്ടാവണം, നമ്മൾ റിസോഴ്സ്ഫുള്ളാവണം. ഇത് ഞാനിപ്പം നിങ്ങൾ 10th +2 കഴിഞ്ഞ കുട്ടികളോട് പ്രത്യേകം പറയുകയാണ്. സോ യു കീപ്പ് എ ലോങ് ടേം ഗോൾ. അതിന് വേണ്ടിയിട്ടൊരു മിഷൻ സ്റ്റാർട്ട് ചെയ്യുക, ഒരു വിഷൻ ഉണ്ടാവുക, ഒരു മിഷൻ സ്റ്റാർട്ട് ചെയ്യുക, അതിൽ ഫോക്കസ്ഡ് ആയിട്ടിരിക്കുക. ബാക്കിയെല്ലാം ചെയ്തോളൂ, പക്ഷേ ഇതിൽ ഫോക്കസ്ഡ് ആയിരിക്കുക. നമുക്ക് പലപ്പോഴും ഒരു തെറ്റിദ്ധാരണയാണ്, അത് പലപ്പോഴും പുരോഹിതന്മാരാണ് നമ്മളോട് പറഞ്ഞു തരിക. ഞാനിത് വളരെ ഒരു ജീവിതത്തിൻ്റെ ഒരു സ്റ്റേജിലെത്തിയപ്പോഴാണ് മനസ്സിലായത്. നമ്മുടെ വിചാരം പലപ്പോഴും കിട്ടുമ്പോഴാണ് സന്തോഷമെന്നാണ്. പണം കിട്ടുമ്പോൾ, അല്ലേ, പുതിയ കാറ് കിട്ടുമ്പോൾ, പുതിയ എന്തെങ്കിലുമൊക്കെ കിട്ടുമ്പോൾ, പ്രത്യേകിച്ച് സൗജന്യമായിട്ട് എന്തെങ്കിലും കിട്ടുമ്പോൾ നമുക്ക് പ്രത്യേക സന്തോഷം, അല്ലേ. ഇവിടുത്തെ സൂപ്പർ മാർക്കറ്റിൽ ഏറ്റവും കൂടുതൽ വിൽക്കപ്പെടുന്ന വാചകം എന്താ? 50% ഡിസ്കൗണ്ട്. 70% വില കൂട്ടിയിട്ടിട്ട് 50% ഡിസ്കൗണ്ട് എന്ന് പറയും. അപ്പോൾ അത് കാണുമ്പോൾ നമ്മളെല്ലാവരും ഓടിക്കയറും. സോ ബേസിക്കലി നമുക്ക് ഫ്രീ കിട്ടുന്ന എന്തിനോട് ഒരു ക്യൂരിയോസിറ്റി ഉണ്ട്. പക്ഷേ യഥാർത്ഥ സന്തോഷം കൊടുക്കുമ്പോഴാണ് കിട്ടുന്നത് എന്ന് ഈ ആത്മീയ രംഗത്ത് നിൽക്കുന്ന ആൾക്കാർ പറഞ്ഞപ്പോഴാണ് ഞാൻ പലപ്പോഴും അത് പിന്നീടാണെന്ന് മനസ്സിലായത്. നമുക്ക് എപ്പോഴാണ് കൊടുക്കാൻ പറ്റുക? നമ്മൾ ആദ്യം എന്ത് കിട്ടിയാലും അവനവന് വേണ്ടി യൂസ് ചെയ്യും. അതിനുശേഷം എനിക്ക് ആവശ്യത്തിനുണ്ട് എന്നുള്ള ഫീലിങ്ങിൽ നിന്നാണ് ഞാൻ കൊടുക്കാൻ തയ്യാറാകുക. അപ്പോൾ കൊടുക്കുന്നതിൻ്റെ സന്തോഷം എന്ന് പറയുന്നത് ഉണ്ടാവണമെങ്കിൽ ആദ്യം ഞാൻ കൊടുക്കാൻ പ്രാപ്തനാവണം. എൻ്റെ അച്ഛനും അമ്മയോ സമ്പാദിച്ചത് എടുത്തു വെച്ചിട്ട് കൊടുക്കുന്നതിൽ വലിയ ഹീറോയിസം ഒന്നുമില്ല. പിന്നെ ഞാൻ വലിയ ഏതെങ്കിലും സാഹചര്യത്തിൽ എൻ്റെ പേരൻസ് എനിക്ക് വഴിതെറ്റി അത് തെളിച്ച് തന്ന് അതിലൂടെ നടന്നു പോയി വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കിയതിലും വലിയ ഹീറോയിസം ഉണ്ടാകുന്ന എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾ സാമാന്യ സാഹചര്യത്തിൽ നിന്നോ കുടുംബത്തിൽ നിന്നോ വന്ന് അവിടെ നിങ്ങൾ ഏതെങ്കിലും നേട്ടങ്ങൾ ഉണ്ടാക്കി നിങ്ങളുടെ സമൂഹത്തിന് മുമ്പിൽ ഒരു നെടുംതൂണായി നിൽക്കുന്നതാണ് ഹീറോയിസം.
അത് കണ്ട് നിങ്ങളുടെ അച്ഛനും അമ്മയും സന്തോഷിക്കണം. നിങ്ങളുടെ അയൽവക്കത്തുള്ളവരും നിങ്ങളുടെ നാട്ടിലുള്ളവരും നിങ്ങളെ കൊണ്ട് പല ഉപകാരങ്ങൾ സ്വീകരിച്ചിട്ട് നിങ്ങളുടെ അച്ഛനോടും അമ്മയോടും പോയിട്ട് അതിന് നന്ദി പറയുന്ന സമയത്ത് നിങ്ങളുടെ അച്ഛൻ്റെ അമ്മയുടെ കണ്ണിൽ സന്തോഷം നിങ്ങൾ കാണും. അതാണ് റിയൽ സക്സസ് എന്ന് പറയുന്നത്. നിങ്ങൾ എന്നോട് സക്സസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷേ എനിക്ക് തോന്നിയിട്ടുള്ള പല ഫീലിംഗ് ആണല്ലോ നമുക്ക്. പലർക്കും സക്സസിൻ്റെ ഡെഫിനേഷൻ ഡിഫറെൻ്റ് ആയിരിക്കും. തളർന്ന് കിടക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം കയ്യോ കാലോ അനക്കാൻ പറ്റുന്നതായിരിക്കും സക്സസ്. 4 കാലം എണീറ്റ് നിൽക്കുന്ന നമ്മളാണ് പലപ്പോഴും മറ്റുള്ളവരെ ഉപദ്രവിക്കുകയും അവൻ്റെ പരാജയമാണ് എൻ്റെ സക്സസ് എന്ന് തെറ്റിദ്ധരിക്കുന്നത്. പക്ഷേ നമ്മുടെ സക്സസ് എന്ന് പറയണത് പലപ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആപേക്ഷികമായിരിക്കാം. എൻ്റെ ലൈഫിൽ അത് ഫീൽ ചെയ്തിട്ടുള്ളത് ഒരുപക്ഷെ ഈ പെരിങ്ങളം എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിലോ അല്ലെങ്കിൽ ഈരാറ്റുപേട്ട പാല അപ്പുറം വലിയ സ്വപ്നങ്ങളൊന്നും കാണാത്ത എൻ്റെ അച്ഛനും അമ്മയും ആദ്യമായിട്ട് വിമാനത്തിൽ യാത്ര കൊണ്ടുപോയതും അവരാഗ്രഹിച്ച പല സ്ഥലങ്ങളിലേക്ക് അവർ കണ്ടതോ വായിച്ചതുമായ സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോകാൻ സാധിച്ചതൊക്കെ എനിക്ക് എൻ്റെ ജോലിയും എനിക്ക് എൻ്റെ കരിയറും ഡെവലപ്പ് ചെയ്തതിന് ശേഷമാണ്. അതിലൂടെ അവരുടെ കണ്ണിലുണ്ടായ ഒരു തിളക്കമാണ് എനിക്ക് ഫീൽ ചെയ്ത സക്സസ്. നാളെ നിങ്ങളോട് ഞാൻ പറയണം, ഒറ്റ ലൈഫേ ഉള്ളൂ. കാണാവുന്നതൊക്കെ കാണുക, കേൾക്കാവുന്നതൊക്കെ കേൾക്കുക, രുചിക്കാവുന്നതൊക്കെ രുചിക്കുക. ദൈവം നമുക്കൊരൊറ്റ ജീവിതമേ തന്നിട്ടുള്ളൂ. ഈ ലോകം ഇങ്ങനെ പരന്ന് കിടക്കുകയാണ്. പൊട്ടക്കിണറ്റിലെ തവളയെപ്പോലെ നമ്മളിങ്ങനെ കഴിഞ്ഞ് ജീവിച്ച് മരിച്ചു പോയിക്കൂടാ. നേരത്തെ പറഞ്ഞ പോലെ വാഴയെന്ന് വിളിക്കാൻ ഇടവാക്കരുത്. നമ്മളോട് എന്തിനാ അങ്ങോട്ട് പോയെന്ന് ദൈവത്തെ കൊണ്ട് ചോദിപ്പിക്കരുത്. മനസ്സിലായോ? ഒരു കയ്യൊപ്പ് അവശേഷിപ്പിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകുക. ജീവിതത്തിനൊരു മീനിങ് ഉണ്ടായത് നമുക്ക് വേറെ ആരും സർട്ടിഫിക്കറ്റ് എഴുതണ്ട. നമ്മളെ നോക്കി നമ്മുടെ വണ്ണം കൊണ്ടോ പൊക്കം കൊണ്ടോ കളറ് കൊണ്ടോ ജാതി കൊണ്ടോ മതം കൊണ്ടോ ആരെങ്കിലും നമുക്ക് സർട്ടിഫിക്കറ്റ് എഴുതിയാൽ അത് മരണത്തിന് മുമ്പ് തിരുത്തേണ്ട ഉത്തരവാദിത്വം എനിക്കും നിങ്ങൾക്കുമാണ്. അതുകൊണ്ടാണ് ബിൽഗേറ്റ്സ് പറഞ്ഞിട്ടുണ്ട്, ആരും ദരിദ്രനായി ആരും ദരിദ്രനായി ജനിക്കുന്നത് ഒരു പക്ഷേ ദൈവത്തിൻ്റെ തീരുമാനമാവാം. പക്ഷേ ദരിദ്രനായ ഒരാൾ മരിക്കുന്നുവെങ്കിൽ, അല്ലെങ്കിൽ ഞാനോ നിങ്ങളോ അങ്ങനെ ആവുന്നുവെങ്കിൽ, ദരിദ്രൻ എന്ന് പറഞ്ഞാൽ പണം കൊണ്ട് മാത്രമല്ല, അത് ആശയം കൊണ്ടാവാം, വിദ്യാഭ്യാസം കൊണ്ടാവാം, അനുഭവ സമ്പത്ത് കൊണ്ടാവാം, എന്തുകൊണ്ടും. അപ്പം നമ്മുടെ ജീവിതത്തിൽ അത് ആർജിക്കുക, അതിനുശേഷം വേണ്ടത്ര ഉണ്ടായതിനു ശേഷം അത് കൊടുക്കാനും കഴിയുക. അത് കുടുംബത്തിനും ചേർന്ന് നിൽക്കുന്നവർക്കും പിന്നെ ഈ സമൂഹത്തിനും. ആ തലത്തിലേക്ക് നമ്മളുടെ ലൈഫ് കൊണ്ട് നമ്മളെ ഉയർത്തുക എന്നുള്ളതാണ്. അതിന് ലോങ് ടൈം ഒരു വിഷൻ ഉണ്ടാക്കുക, അതിലേക്ക് ഫോക്കസ്ഡ് ആയിരിക്കാൻ ആത്മീയതയുടെ കൂട്ടുണ്ടാവുക, അതിനോടൊപ്പം ചേർന്ന് പോവുക. പിന്നെ ഈ ഒരു ഇതിനുള്ളിൽ ഇത്രയും നിറഞ്ഞു നിൽക്കുന്ന ഞാൻ മാത്രമല്ല തിരുമേനിയെ ശ്രദ്ധിക്കായിരുന്നു. അദ്ദേഹം വാത്സല്യപൂർവ്വമായിട്ട് എല്ലാവരെയും വിളിച്ച് സംസാരിക്കുന്നതും അപ്പം അതുപോലൊരു സ്പിരിച്വൽ ലീഡർ ഉണ്ടാകുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റാണ്. എല്ലാവരോടും മുമ്പിലേക്ക് കയറിയിരിക്കാൻ പറഞ്ഞു. എല്ലാവരും മുമ്പിൽ വന്നു. സാറിന് ഈ പ്രോഗ്രാമുകളിലെല്ലാം കാണുന്നതാണത്. ആദ്യം പുറകിൽ നിന്നിരുന്ന് തുടങ്ങുന്ന ഒരു സ്ഥലമേ ഉള്ളൂ. എവിടെയാണ്? എല്ലാവരും പുറകിൽ നിന്ന് ഇരുന്ന് തുടങ്ങാൻ ഇഷ്ടമുള്ള സ്ഥലം എവിടെയാണ്? ഈ സ്ഥാപനം പ്രവർത്തന സമയത്ത് അടച്ചുമായിരിക്കും കിടക്കുക. ഏതാന്ന് പറയാമോ? ഈ വേദിയിലിരിക്കുന്ന ഒരാളുമായിട്ട് ബന്ധമുണ്ട്. തിയേറ്റർ, ഈ 2 പ്രത്യേകതയുണ്ട്. അവിടെ പുറയുന്നായിരിക്കും ആൾക്കാർക്ക് ഇരിക്കാൻ ഇഷ്ടം. ഫ്രണ്ടിലുള്ള സീറ്റുകൾക്ക് ഏറ്റവും ഒടുവിലേ ചാൻസ് ഉള്ളൂ. പുറയുന്നായിരിക്കും ഇരിക്കുക. 2, പ്രവർത്തന സമയത്ത് ബാക്കിയെല്ലാം തുറന്ന് കിടക്കുമ്പോൾ ഇത് അടച്ചേ കിടക്കുള്ളൂ. അപ്പം ഇത് ഒരു തിയേറ്ററിൻ്റെ പ്രത്യേകതയാണ്. പറഞ്ഞ പോലെ തിരുമേനി വന്നു, എല്ലാവരെയും വളരെ ആ വാക്കുകൾ ആരും കേൾക്കും എന്നുള്ളതാണ്. അങ്ങനെ ഒരു സ്പിരിച്വൽ, പലപ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞ മാതാപിതാക്കൾക്ക് ഇതിലും കൂടുതൽ നമ്മളോട് പറയാനുണ്ടാവും. പക്ഷേ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് കൊണ്ടോ ദേഷ്യം പിടിച്ചൊക്കെ വരുമ്പോൾ ദേഷ്യത്തിലൊക്കെ ആയിരിക്കും ചിലപ്പോൾ മക്കളോട് പറയുക. അത് മക്കൾ ചിലപ്പോൾ സ്വീകരിച്ചെന്ന് വരില്ല. അവിടെയാണ് നമുക്ക് ഇത്തരത്തിലുള്ള സ്പിരിച്വൽ ലീഡേഴ്സിൻ്റെ വലിയ ഒരു സാന്നിധ്യം ആവശ്യം വരുന്നത്. അതുള്ളതൊക്കെയും ബ്ലെസ്സിങ് ആണെന്ന് നമ്മൾ മനസ്സിലാക്കുക. ലൈഫേ ബ്ലെസ്സിങ് ആണ്. ഈ ലൈഫ് കൊണ്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നിങ്ങൾ കാണാവുന്നതൊക്കെയും കാണുക, ലോകം കാണുക, ലോകം മനസ്സിലാക്കുക, എക്സ്പീരിയൻസ് ചെയ്യാവുന്ന അത്രയും കൾച്ചറും ഭക്ഷണവും പലതും ഉണ്ട് ഈ ലോകത്ത്. ഒക്കെ കാണാൻ കഴിയുക. നമുക്ക് ഒരു ആയുസ്സേ തന്നിട്ടുള്ളൂ ദൈവം. അതിൽ ചിന്തിക്കാൻ വേറെ നെഗറ്റിവിറ്റി ഒന്നുമില്ല. പോസിറ്റീവ് മാത്രം ചിന്തിക്കുക. എങ്ങനെ മുമ്പോട്ട് പോകാം, എങ്ങനെ ഗ്രോ ചെയ്യാം, എങ്ങനെ എന്നെ വിശാലമായൊരു ലോകത്തേക്ക് കൊണ്ടുപോകാം. നമ്മൾ സങ്കുചിതമായി ചിന്തിക്കും. സങ്കുചിതമായ ചിന്താഗതിയാണ്, ഇടുങ്ങിയ ചിന്താഗതിയാണ് പലപ്പോഴും കുശുമ്പ്, വിദ്വേഷം, മറ്റുള്ളവരോടുള്ള ആ ഒരു എതിർപ്പ്. ഇതൊക്കെ വിശാലമായാൽ പിന്നെ നമ്മളിങ്ങനെ എക്സ്പാൻഡ് ചെയ്തുകൊണ്ടേയിരിക്കും. നമുക്ക് ആരോടും വിദ്വേഷം തോന്നില്ല, ആരോടും മത്സരം തോന്നില്ല. അവനവൻ്റെ ഗ്രോത്ത് മാത്രമായിരിക്കും നമ്മുടെ മനസ്സിൽ. അങ്ങനെ ആവാൻ കഴിയട്ടെ.